അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ടെൻഷൻ ഒഴിവാക്കാൻ, ടെൻഷൻ ഇല്ലാതെ ജീവിക്കുവാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് വളരെ വിശാലമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു വിശ്വാസിയായ ഒരാളുടെ ഒരു ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് മുഅ്മിനായ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ചെയ്യാവുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ അതിശക്തമായിട്ട് ആഗ്രഹിക്കുകയും പരീക്ഷയിലെ വിജയങ്ങൾ, ബിസിനസ്സിലെ വിജയങ്ങൾ, ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ചില കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടുകയോ, അസുഖം പോലെ, അപകടങ്ങൾ പോലെ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടുകയോ ചെയ്യുമ്പോഴാണ് ഈ ടെൻഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ഇതിന് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇവിടെയാണ് മുസ്ലിമായ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിമായ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്ന ചർച്ച വളരെയധികം പ്രസക്തമാകുന്നത്. ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിരിക്കും നമുക്ക് പോകാം? സ്രഷ്ടാവായ അള്ളാഹു അവന്റെ അടിമകളായ നമുക്ക് എന്ത് ഉദ്ദേശിച്ചാലും എന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ പോസിറ്റീവായ ഒരു ഇന്റൻഷൻ മാത്രമാണ് ഉണ്ടാവുക. നമ്മളെപ്പോലെയുള്ള ആളുകൾക്കാണ് മറ്റൊരാളോട് ഒരു നന്മ ചെയ്യുമ്പോൾ പോലും പലപ്പോഴും നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാവുക. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ സൽക്കരിക്കുന്ന സമയത്ത് നമ്മൾ ആ സൽക്കാരം നടത്തുന്നത് ആളുകൾ ഞാൻ അവനെ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറയും എന്ന, അല്ലെങ്കിൽ അവനെ സൽക്കരിച്ചിട്ട് വശത്താക്കിയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കുക തുടങ്ങി പലതരത്തിലുള്ള നെഗറ്റീവായ ഉദ്ദേശത്തോടുകൂടെ നമ്മളാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരുണ്യവാനായ റഹ്മാനായ അള്ളാഹു പക്ഷേ ലോകത്തുള്ള അള്ളാഹുവിന്റെ എല്ലാ അടിമകൾക്കും ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് മാത്രമാണ് എന്നതാണ് കാര്യം. ആ പോസിറ്റീവ് എത്രത്തോളം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ടെൻഷനോടുകൂടെ ജീവിക്കുന്നുവോ ഇല്ലേ എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ഒരു കുഗ്രാമത്തിൽ നിന്ന് അരമണിക്കൂർ ഇടവിട്ട് മാത്രം അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ കോഴിക്കോട്ടേക്ക് ബസ്സുണ്ട്, നഗരത്തിലേക്ക് ബസ്സുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട് 10 മണിക്ക് തുടങ്ങുന്ന, ഉദാഹരണത്തിന് കോഴിക്കോട് എടുത്തതാണ്, 10 മണിക്ക് തുടങ്ങുന്ന ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നുള്ള 8:15 ബസ്സിൽ അദ്ദേഹം കയറിയാൽ 1.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് ആ ബസ്സിൽ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തുകയും 9:45 നഗരത്തിലെത്തി 10 മണിക്ക് മുമ്പായി തന്നെ അദ്ദേഹത്തിന് ഇന്റർവ്യൂയുടെ ഹാളിലേക്ക് എത്താൻ സാധിക്കുന്നതുമായിരിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബസ് ഉള്ളത് അദ്ദേഹത്തിന് 8:45 ആ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം എത്തുക. ഇതിനു മുമ്പുള്ള ബസ് 7:45. അപ്പോൾ അരമണിക്കൂർ വളരെ ദീർഘമായ മറ്റേതോ സ്ഥലത്ത് നിന്ന് വരുന്ന ബസ്സാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 3-4 കിലോമീറ്റർ യാത്ര ചെയ്ത് ബസ് പോയിന്റിലേക്ക് അദ്ദേഹം യാത്ര ചെയ്ത് അവിടെ എത്തുന്നു. ആ 8:15 ബസ്സിന് കണക്കാക്കി വളരെ കൃത്യമായ സമയം പ്ലാൻ ചെയ്ത് ആ വ്യക്തി അവിടെ എത്തുന്ന സമയത്ത് പക്ഷെ അദ്ദേഹം ബൈക്കിൽ നിന്ന് ഇറങ്ങലും ആ ബസ്, അദ്ദേഹം ഉദ്ദേശിച്ച ബസ് ഒറ്റയടിക്ക് അങ്ങ് പാഞ്ഞു പോകലും, ആളെ എടുത്ത് ഓടിപ്പോവുകയും എത്ര വിളിച്ചിട്ടും കിട്ടാത്ത തരത്തിൽ ഓടിപ്പോവുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിയും. വളരെ സങ്കടത്തോടുകൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുടെ, സാധ്യതയുള്ള ഒരു ജോലിക്ക് പോകാൻ വേണ്ടി സമയത്തിനെത്താൻ കഴിഞ്ഞില്ലല്ലോ, ഇനി എനിക്ക് എത്താൻ കഴിയില്ല, എൻ്റെ ഈ ജോലി കൂടെ എനിക്ക് നഷ്ടമാവുകയാണല്ലോ എന്ന സങ്കടത്തോടെ, വളരെയധികം സങ്കടത്തോടെ, വിഷമത്തോടെ ആ ബസ് സ്റ്റോപ്പിൽ അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതും ഇതും പറഞ്ഞ്, എന്തിനാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാൻ ഒരു ബസ് പണ്ടാരടങ്ങാനായിട്ട് നേരത്തെ വന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് 1 മിനിറ്റ് ലേറ്റ് ആയിക്കൂടായിരുന്നോ ബസ്സിന്, പലതും പറഞ്ഞ് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു നടന്ന ഒരു സംഭവത്തെ വല്ലാത്ത സങ്കടത്തോടുകൂടെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ്സിന്റെ ഹോൺ അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു ബസ് തന്നെയാണ്. ഇതേതാണ് ബസ്?
നോക്കിയപ്പോഴാണ് മനസ്സിലായത് 7:45 അവിടെ എത്തേണ്ട ബസ്സാണ് ഏകദേശം 32 മിനിറ്റ് ലേറ്റായിട്ട് വരുന്നത്. 8:15 വരേണ്ട ബസ്സും പോയി കഴിഞ്ഞ് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ബസ് അവിടത്തേക്ക് എത്തുന്നത്. വഴിയിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, ബ്ലോക്കായി, പ്രശ്നങ്ങളായി അവസാനം ആ ബസ് ഓടിക്കരച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും 32 മിനിറ്റ് ലേറ്റാണ്. വളരെ വേഗതയിൽ പാഞ്ഞു വന്ന ആ ബസ് അവിടെ 1-2 ആൾ ഇറക്കുകയും ഈ ചങ്ങാതി വളരെ പെട്ടെന്ന് ആ ബസ്സിലേക്ക് ഓടിക്കയറുകയും ചെയ്ത് തൊട്ട് മുമ്പിൽ പോയ ബസ്സിനെ 8 മിനിറ്റിനുള്ളിൽ ആ ബസ് ഓവർടേക്ക് ചെയ്ത് പോവുകയും ആ ബസ് ആ നഗരത്തിലെത്തുന്നതിൻ്റെയും 15 മിനിറ്റുകൾക്ക് മുമ്പ് ഈ ബസ് നഗരത്തിലെത്തുകയും നേരത്തെ മറ്റേ ബസ്സിൽ പോകുമായിരുന്നുവെങ്കിൽ അതിൽ കിട്ടുമായിരുന്നതിനേക്കാൾ വളരെയധികം റിലാക്സ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനും വളരെ സന്തോഷത്തോടുകൂടെ കൃത്യസമയത്തിന് മുമ്പേ തന്നെ അവിടെ എത്തുവാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇത് ആദ്യത്തെ ബസ് പോയതിന്റെ സങ്കടത്തിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് വളരെ സങ്കടത്തോടു കൂടെ നിൽക്കുമ്പോഴാണ് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തത്, നിനക്ക് ആ ബസ് മിസ്സാക്കിയത് അതിലും നേരത്തെ, ആ ബസ്സിൽ പോകുന്നതിനേക്കാളും നേരത്തെ നിനക്ക് അവിടെ എത്താനാണ് എന്നത് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ബോധ്യപ്പെടും, ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടില്ല. ബോധ്യപ്പെട്ടാലും ശരി, ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നത് നന്മ മാത്രമാണ്, പോസിറ്റീവ് മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് പൂർണ്ണമായും തസ്ലീം. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ മുസ്ലിം ഈസ് എ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റ്ലി സറണ്ടേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ്. തസ്ലീമാണ് ഇസ്ലാം. ഒരു മുസ്ലിം എന്ന് പറയുന്ന വ്യക്തി തസ്ലീം ചെയ്തവനാണ്, സറണ്ടർ ചെയ്തവനാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തവനാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായും കീഴൊതുങ്ങി കൊടുത്തവനാണ്. അള്ളാഹുവിന്റെ വില്ലിനനുസരിച്ച്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും സറണ്ടർ ചെയ്യുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. കാരണം അവൻ അറിയാം, എന്റെ റബ്ബ്, എന്റെ കരുണാമയനായ റബ്ബ് എന്ത് എന്റെ ജീവിതത്തിലേക്ക് തന്നാലും പക്ഷെ അതിന്റെ പിന്നിൽ പോസിറ്റീവായ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ടെൻഷനുകൾ അല്ലെങ്കിൽ വിഷമുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് അതിലെ പോസിറ്റീവുകൾ എന്തൊക്കെ, ഇതിൽ കൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പോസിറ്റീവായ നന്മയുള്ളത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. എന്തൊക്കെ നന്മകളാണ് എനിക്കതിലുള്ളത് എന്നത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ സംഭവിച്ചതോ ഇനി സംഭവിക്കാനുള്ളതോ ആയ ഏതൊരു കാര്യമാണെങ്കിലും അതിനെ ഈ ഒരു മാനസികാവസ്ഥയിൽ നേരിടാൻ നമുക്ക് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ വളരെ പ്രയാസമുണ്ടാകാം, പക്ഷെ ഘട്ടം ഘട്ടമായി നമ്മളത് ചെയ്ത് പിന്നീട് പോസിറ്റീവ്, ഏതൊരു സംഭവം ഉണ്ടായാലും അതിലെ പോസിറ്റീവ് മാത്രം കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരിക്കൽ കുറെ ആളുകൾ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ കപ്പല് കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപകടത്തിൽപ്പെടുകയും ആ കപ്പൽ തകർന്ന് അതിനകത്തുണ്ടായിരുന്ന എല്ലാ ആളുകളും വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും രക്ഷപ്പെടാതെ വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി ആ കപ്പലിലുള്ള ആളുകൾ മുഴുവനും അപകടത്തിൽപ്പെട്ട് 4 വഴിക്കും ഒലിച്ചു പോയ സമയത്ത്, കുറെ ആളുകൾ ഒഴുകി നടന്ന സമയത്ത് പല ആളുകളും മുങ്ങിത്താഴ്ന്ന അവസ്ഥയിൽ, പല ആളുകളും മുങ്ങി മരിച്ച അവസ്ഥയിൽ ഒരാള് കിട്ടിയ ആ കപ്പലിന്റെ ഒരു അവശിഷ്ടത്തിൽ പിടിച്ചു തൂങ്ങി കുറേ നേരം അദ്ദേഹം തുഴഞ്ഞ് രാത്രിയായി. അടുത്ത ദിവസവും തുഴച്ചിൽ അദ്ദേഹം തുടർന്നു. അങ്ങനെ ദിവസങ്ങളോളം തുഴഞ്ഞ്, അടുത്ത ദിവസവും തുഴഞ്ഞ്, പിന്നെയും തുഴഞ്ഞ്, ആഴ്ചകൾ തുഴഞ്ഞ്, ഒരുപാട് ആഴ്ചകൾ ആ കടലിലൂടെ വന്യ മത്സ്യങ്ങളുടെ വായിലൊന്നും അകപ്പെടാതെ ആ മനുഷ്യൻ തുഴഞ്ഞ് വെള്ളം മാത്രം ഇടക്ക് കുടിച്ച് വളരെ ക്ഷീണിതനായ അവസാനം ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ഒരു കരയിൽ അദ്ദേഹം എത്തിപ്പെടുന്നു. ആ കരയിലെത്തിയ ഉടനെ തന്നെ തൊട്ടടുത്ത മരത്തിൽ കണ്ട കായ്ക്കനികൾ ഭക്ഷിച്ച് അദ്ദേഹം വളരെ ക്ഷീണമുള്ളത് കൊണ്ട് ഉറങ്ങുന്നു. ആ മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റ് ക്ഷീണമൊക്കെ മാറിയപ്പോൾ അദ്ദേഹം ആ പരിസരം ഒന്ന് വീക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതൊരു ചെറിയ ദ്വീപാണ്, ആളുകളൊന്നും താമസമില്ലാത്ത, ധാരാളം കായ്ക്കനികളുള്ള, ചെറിയ ചില മൃഗങ്ങളൊക്കെയുള്ള ഒരു ദ്വീപാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഏതായാലും കൂടെ ഉണ്ടായിരുന്നവരെ നഷ്ടപ്പെട്ടു, കപ്പൽ തകർന്നു പോയി, പണം നഷ്ടപ്പെട്ടു, താൻ എവിടെയാണ് എത്തിയതെന്ന് അറിയില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ആ ഒരു എത്തിപ്പെട്ട ആ സാഹചര്യത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും അദ്ദേഹം ഓരോ ദിവസവും ആ കായ്ക്കനികൾ പറിച്ച്, ഓരോ മരത്തിൽ നിന്ന് കായ്ക്കനികൾ പറിച്ച് ഭക്ഷിക്കുകയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിശ്രമിക്കുകയും ചെയ്തു.
ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉള്ള ഒരു ദ്വീപായിരുന്നതുകൊണ്ട് അദ്ദേഹം രക്ഷ തേടാൻ വേണ്ടി രാത്രി ഉറങ്ങുമ്പോൾ പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് മരത്തിന്റെ കൊമ്പുകളൊക്കെ മുറിച്ച് അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ ഒരു ചെറിയ കുടിൽ ഏറുമാടം അദ്ദേഹം പണി കഴിക്കുകയും ആയുധങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് വളരെ പണിപ്പെട്ട് ആഴ്ചകളെടുത്ത് മാസങ്ങളെടുത്താണ് അദ്ദേഹത്തിന്റെ ഏറുമാടത്തിന്റെ പണി അദ്ദേഹം പൂർത്തിയാക്കിയത്. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു ഏറുമാടം പണി കഴിച്ച് പകൽ സമയങ്ങളിലൊക്കെ ആ കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അദ്ദേഹം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ദ്വീപിന്റെ വനപ്രദേശങ്ങളിലൂടെ എല്ലാം നടന്ന് തിരിച്ചു വൈകുന്നേരം വിശ്രമത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടിലേക്ക്, ആകെയുള്ള അദ്ദേഹത്തിന്റെ അത്താണിയായ ആ കുടിലാണ്, ആ കുടിലേക്ക് ചെല്ലുന്ന സമയത്ത് കാണുന്നത് ആ കുടിലും ആ മരവും അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ പടർന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കാട്ടുതീ പടർന്നതാണ്, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ആ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്? കാരണം ഞാൻ ഒരുപാട് മാസങ്ങളായിട്ട് ദ്വീപിലെത്തിപ്പെട്ടിട്ട് മനുഷ്യന്മാരെ കണ്ടിട്ട് കാലങ്ങളായി, പ്രിയപ്പെട്ടവരുടെ അവസ്ഥകൾ അറിയില്ല. എനിക്ക് ആകെ ഒരു അത്താണിയായി ഞാൻ മാസങ്ങളെടുത്ത് പണി കഴിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ആ ഏറുമാടം ഇത് ആ കുടിലിതാ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന സങ്കടത്തിന്റെ അങ്ങേയറ്റം സങ്കടം കൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ അദ്ദേഹത്തിന്റെ മുഖത്തൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വളരെ അവശനായി കരഞ്ഞു തളർന്ന് അദ്ദേഹം ഒരു മരക്കൊമ്പിൽ അവിടെ ഇങ്ങനെ ഇരുന്നു. ആ സമയത്താണ് പുറകിൽ നിന്ന് ചെറിയൊരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ചുമലിൽ ഒരു കൈ പതുക്കെ വന്ന് പതിയുകയുണ്ടായി. അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതൊരു മനുഷ്യനായിരുന്നു. ആൾപ്പാർപ്പില്ലാത്ത ദ്വീപിൽ അദ്ദേഹം ഒരു മനുഷ്യനെ കാണുന്നു. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സംഘം ആളുകളുണ്ട്, 4-5 ആളുകൾ. ആ ആളുകൾ ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഞങ്ങൾ ഇതുവഴി കുറച്ച് ദൂരെ കൂടെ ഞങ്ങളുടെ വാഹനത്തിൽ പോവുകയായിരുന്നു കടലിലൂടെ. അപ്പോഴാണ് ഇവിടെ നിങ്ങൾ തീ കത്തിച്ചതായി ഞങ്ങൾ കണ്ടത്. ഈ ദ്വീപിൽ നിന്ന്, ഈ ചെറുദ്വീപിൽ നിന്ന് നിങ്ങൾ തീ കത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സഹായത്തിന് വേണ്ടി നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് തീ കത്തിച്ചതായിരിക്കുമെന്ന്. അത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇത് കേട്ട സമയത്ത് ആ മനുഷ്യന് കരയുകയാണോ വേണ്ടത്, ചിരിക്കുകയാണോ വേണ്ടത്, സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാം, അദ്ദേഹം തുള്ളിച്ചാടുകയാണ്. 2 മിനിറ്റ് മുമ്പ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് ചിന്തിച്ച അതേ കാര്യമാണ് തൊട്ടടുത്ത മിനിറ്റ് ആകുമ്പോഴത്തേക്കും, സെക്കൻഡുകൾ മാറി മറിയുമ്പോഴത്തേക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് അദ്ദേഹത്തിന് മാറുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും നിസ്സാരന്മാരിൽ നിസ്സാരന്മാരായ അടിമകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ്, നമ്മുടെ റഹ്മാനായ റഹീമായ റബ്ബ്, നമ്മുടെ എല്ലാമായ സലാമായ റബ്ബ്, ആ റബ്ബ് നമുക്ക് നന്മ മാത്രമാണ് ഉദ്ദേശിക്കുക. ഒരു പക്ഷേ അത് അള്ളാഹു വ്യക്തമാക്കും, ഒരു പക്ഷേ അത് വ്യക്തമാക്കില്ല. വ്യക്തമാണെങ്കിലും അല്ലെങ്കിലും ശരി, അതിനങ്ങനെ തന്നെ ആ ഒരു ഇന്റൻഷന് അതിൽ പോസിറ്റീവ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണല്ലോ. എനിക്ക് ഉറപ്പാണ് റബ്ബെ, നീ എൻ്റെ അപകടത്തിൽ എൻ്റെ കാല് മുറിഞ്ഞു, പക്ഷെ എനിക്ക് ഒരു പരാതിയുമില്ല റബ്ബെ, എനിക്ക് ഉറപ്പാണ് നീ തന്ന കാലായിരുന്നു അത്. അതുകൊണ്ട് നീ പൂർണ്ണമായിട്ടും അതിലെനിക്ക് പോസിറ്റീവ് നന്മ ഹൈർ നീ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല അല്ലാഹ് എന്ന ഒരു രീതിയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, അതിനെ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ട നമ്മളെല്ലാവരും, മുഅ്മിനീങ്ങളാവേണ്ട നമ്മളെല്ലാവരും ആയിത്തീരേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ, എന്തിനാണ് എനിക്കിങ്ങനെ വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള റിജക്ഷനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം സ്ട്രെസ്, ടെൻഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇവിടെയാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. എന്ത് സംഭവിച്ചാലും അതിനെ സന്തോഷപൂർവ്വം, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നെഗറ്റീവ് എന്ന് തോന്നിയേക്കാം, പക്ഷെ അള്ളാഹുവാണ് സ്രഷ്ടാവ്, ആ സ്രഷ്ടാവ് നമുക്ക് നന്മ മാത്രമാണ് ഉദ്ദേശിക്കുക എന്ന വിശ്വാസത്തിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്ന തസ്ലീമിലേക്ക് നമുക്ക് എത്താൻ കഴിയും. തസ്ലീം ഇനിയും വളരെ വിശാലമായതാണ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. അങ്ങനെ ജീവിതത്തിൽ ടെൻഷൻ ഒഴിവായ, എല്ലാത്തിൻ്റെയും പിന്നിൽ ഘട്ടം ഘട്ടമായിട്ട് കുറെ കാലം കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ പോസിറ്റീവ് മാത്രം കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.